ഹായ് നമസ്കാരം. അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനിരിക്കുന്നത് DQവിനെ കുറിച്ചാണ്. DQവിൻ്റെ പിറന്നാളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുകയാണ്. DQ, ഞാൻ ആദ്യമായിട്ട് DQവിനെ കുറിച്ച് കേൾക്കുന്നത് ദുൽഖർ സൽമാൻ എന്ന പേരിൽ തന്നെയാണ്. എല്ലാവരെ പോലെ തന്നെ മമ്മൂട്ടിയുടെ മകനാണെന്ന് അറിഞ്ഞു. പക്ഷേ അതൊരു വാർത്ത പോലെ, ചെറിയൊരു വാർത്തയായിട്ടാണ് ഞാൻ ഈ ഒരു വാർത്ത നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ആ കാലഘട്ടത്തിൽ സെക്കൻഡ് ഷോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് കേട്ടത്. ഏതായാലും സെക്കൻഡ് ഷോ എന്ന സിനിമ വരട്ടെ, അദ്ദേഹം എങ്ങനെയായിരിക്കുമൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ വലിയ ആകാംക്ഷ തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ചിത്രം വന്നത് പെട്ടെന്നായിരുന്നു, നമ്മളാരും തന്നെ പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു. ഇന്നത്തെ പല താരങ്ങളും അവരുടെ മക്കളെ ഒരുപാട് പ്രോത്സാഹനങ്ങളോടെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഒപ്പം നിന്ന് റിലീസിൻ്റെ അന്ന് വരെ ഒപ്പം നിൽക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ പരിഗണനയും മമ്മൂക്ക അദ്ദേഹത്തിന് കൊടുത്തതായിട്ട് അന്ന് കണ്ടില്ല. അന്ന് അതിശയം തോന്നിയിട്ടുണ്ട്. ഒപ്പം തന്നെ മമ്മൂക്ക എന്ന നടനെക്കുറിച്ച് ഓർത്ത് അഭിമാനവും തോന്നിയിട്ടുണ്ട്. കാരണം മറ്റുള്ളവരെ പോലെ തന്നെ മക്കളെ ചേർത്ത് പിടിച്ചെപ്പോഴും കൊണ്ടു നടക്കുന്ന പ്രകൃതക്കാരനല്ല. അവരെ സ്വന്തം ഇഷ്ടത്തിന് വിട്ട് അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന, അവരുടെ ഒരു നിലനിൽപ്പിന് സ്വയം തന്നെ അധ്വാനിച്ച് നേടിയെടുക്കേണ്ടതാണ് തങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഫലമെന്ന് വിശ്വസിക്കുന്ന ഒരു അധ്യാപകനാകാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു ഗുരുവാകാൻ പറ്റിയ ഒരു പിതാവിനെയാണ് ഞാൻ മമ്മൂക്കയിൽ കണ്ടത്. അതുതന്നെയായിരുന്നു ദുൽഖറിന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. ദുൽഖർ ഇപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്ന് വന്ന ദുൽഖർ എന്ന് പറയുന്ന താരതമ്യേന പുതുമുഖമായിട്ടുള്ള അദ്ദേഹത്തിൽ നിന്ന് ആദ്യത്തെ പടം തന്നെ വ്യത്യസ്തമായിട്ടൊരു അഭിനയമാണ് എനിക്ക് ഫീൽ ചെയ്തത്. മാത്രമല്ല പിന്നീട് അങ്ങോട്ട് ഓരോ സിനിമകളും എനിക്ക് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തത അനുഭവിച്ചറിയാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഉസ്താദ് ഹോട്ടൽ ഇപ്പോഴും എൻ്റെ ഫേവററ്റ് ലിസ്റ്റിലുള്ള സിനിമയാണ്. ചാർലി, അതുപോലെ തന്നെ ജോമൻ്റെ സുവിശേഷങ്ങളൊക്കെ അദ്ദേഹം നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴും ചാർലി എന്നുള്ള ആ ഒരു കഥാപാത്രത്തെ വളരെ അത്ഭുതത്തോടെ എല്ലാവരും നോക്കി കാണാൻ സാധിക്കില്ല. പിന്നീട് നമ്മൾ കണ്ടു തെലുങ്കിൽ ചെന്ന് അദ്ദേഹം അരങ്ങ് തകർക്കുന്നത്. തമിഴിൽ അദ്ദേഹം ഓൾറെഡി OK കൺമണിയിലും അതുപോലെ തന്നെ പല സിനിമകളിലൂടെയും അദ്ദേഹം നമ്മുടെ മനസ്സ് കീഴടക്കി. 2020 അദ്ദേഹം കണ്ടും കൊളയെടുത്ത എന്ന സിനിമയിലൂടെ വീണ്ടും തമിഴ് പ്രേക്ഷകരെ ഞെട്ടിച്ചു. പിന്നീട് നമുക്ക് സീതാരാമത്തിലൂടെ തെലുങ്ക് പ്രേക്ഷകരുടെ കയ്യടി അദ്ദേഹം നേടി. മഹാനടി എന്ന സിനിമയിൽ തന്നെ അദ്ദേഹം ഗംഭീര പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. പിന്നീട് ഇപ്പോൾ അടുത്ത് വന്ന ലക്കി ഭാസ്കറിലും അദ്ദേഹം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു. മാത്രമല്ല കൽക്കിയിലും അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ഒരു റോളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ലോക എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ വരാനിരിക്കുകയാണ്. ടീസറാണെന്ന് തോന്നുന്നു ഇന്ന് വരുന്നത്. ഏതായാലും അത് കണ്ടു കഴിഞ്ഞ് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ടീസർ വന്നു കഴിഞ്ഞു എന്നാണ് അറിഞ്ഞത്. ഏതായാലും നല്ല രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസുകൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ ആയിട്ട് ഒരു ആക്ഷൻ സിനിമ വരാനിരിക്കുന്നു. നമുക്കറിയാം ഐ ആം ഗെയിം എന്നുള്ള സിനിമ. ഏതായാലും ദുൽഖറിന് വീണ്ടും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടവും താഴെ അറിയിക്കുക.